നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDF-ന്. അമ്പലത്തറ വാർഡിൽ നിന്നും മത്സരിച്ച CK സബിത പ്രസിഡന്റ്. സമസ്ത ശതാബ്ദി യാത്രയ്ക്ക് കാസർഗോഡ് വൻ സ്വീകരണം. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. യലഹങ്കയിലെ ബന്ദേ റോഡിൽ 200ഓളം വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമ. വികസനത്തിന്റെ പേരിൽ നിർധനരായ മനുഷ്യരുടെ കിടപ്പാടം ഇല്ലാതാക്കുന്ന നടപടിയോട് യോജിക്കുവാനാകില്ലെന്ന് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവ സ്റ്റേജ് മത്സരങ്ങൾക്ക് മൊക്കിരാൽ സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിനായി ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വലിയ പ്രതീക്ഷയെന്ന് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അധികാരത്തിലെത്തുവാൻ വേണ്ടത് ചെയ്യുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മംഗൽപാടി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ധാരണ. ആദ്യ 2.5 വർഷം ഗോൾഡൻ അബ്ദുൽ റഹ്മാനും പിന്നീട് 2.5 വർഷം PB സലീമും പഞ്ചായത്ത് പ്രസിഡന്റുമാരാകും. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ ജില്ലാ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDF-ന്. അമ്പലത്തറ വാർഡിൽ നിന്നും മത്സരിച്ച CK സബിതയാണ് പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പിൽ BJP വിട്ടുനിന്നതോടെ പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുകയായിരുന്നു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ LDF സ്ഥാനാർത്ഥി CK സബിത വിജയിച്ചു. UDF സ്ഥാനാർത്ഥി ഉഷ N നായരെയാണ് നറുക്കെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിൽ ഇരുവിഭാഗങ്ങൾക്കും തുല്യ വോട്ടുകൾ ലഭിച്ചതോടെയാണ് വിജയിയെ തീരുമാനിക്കാൻ നറുക്കെടുപ്പ് നടത്തേണ്ടി വന്നത്. തീയായി കൊണ്ടു നടക്കുന്ന ഒരു വികാരമായിരുന്നു ഈ പുല്ലൂർ പെരിയ പഞ്ചായത്ത് എന്നുള്ളത്. സംസ്ഥാനം ഒട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മീഡിയയുടെയും ഒക്കെ നിരവധിയായിട്ടുള്ള ആളുകൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് പുല്ലൂർ പെരിയയിൽ നടക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അരങ്ങേറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഉദ്വേഗത്തോടെ തന്നെയാണ് കേരളം ഒട്ടാകെ ഈ പഞ്ചായത്തിനെ ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിജയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിജയത്തിന് വേണ്ടിയിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഈ വിജയത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കൾക്കും ഈ വിജയം സമർപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും 9 അംഗങ്ങൾ വീതമാണ് ഉണ്ടായിരുന്നത്. BJPക്ക് 1 അംഗം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇതോടെ ഇരു മുന്നണികൾക്കും 9 വോട്ടുകൾ വീതം ലഭിക്കുകയും സമനില നിലനിൽക്കുകയുമായിരുന്നു. തുടർന്നാണ് നറുക്കെടുപ്പ് നടത്തുകയും LDF പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുകയും ചെയ്തത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത് ലാലും കൊല ചെയ്യപ്പെട്ട കല്യോട്ട് പ്രദേശം ഉൾപ്പെടുന്ന പഞ്ചായത്താണ് പുല്ലൂർ പെരിയ. LDF കൈവശം വെച്ചിരുന്ന ഈ പഞ്ചായത്ത് ഈ സംഭവത്തിനു ശേഷം UDF-ന്റെ കയ്യിലെത്തിയിരുന്നു. അതാണിപ്പോൾ LDF തിരിച്ചുപിടിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിയ. സമസ്ത ശതാബ്ദി യാത്രയ്ക്ക് കാസർഗോഡ് വൻ സ്വീകരണം. തലങ്കര മാലിക് ദിനാർ ജുമാ മസ്ജിദ് പരിസരത്ത് നടന്ന സ്വീകരണ സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷികാഘോഷ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായി സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് കാസർഗോഡ് സ്വീകരണം നൽകി. തളങ്കര മാലിക് ദിനാർ ജുമാ മസ്ജിദ് പരിസരത്ത് നടന്ന സ്വീകരണ സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താനി MP മുഖ്യാതിഥിയായിരുന്നു. സമസ്ത ജില്ലാ പ്രസിഡന്റ് ത്വാക്ക അഹമ്മദ് അൽ അസ്ഹരി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ ജാഥാ നായകൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ തലപ്പാവണിയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ A അബ്ദുറഹിമാൻ പതാക ഉയർത്തി. MS തങ്ങൾ മദനി ഓലമുണ്ട പ്രാർത്ഥന നടത്തി. ജാഥ ഡയറക്ടർ K ഉമർ ഫൈസി മുക്കം ആമുഖ ഭാഷണം നടത്തി. സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശതാബ്ദി സന്ദേശം നൽകി. ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ജാഥ ക്യാപ്റ്റനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ തളങ്കര മാലിക് ദിനാർ പരിസരത്ത് 313 ആമില വിഖായ കിത്മ വളണ്ടിയർമാരുടെ അകമ്പടിയോടെ ആനയിച്ചു. 3 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുള്ള സമസ്ത ശതാബ്ദി സന്ദേശയാത്ര 18 കേന്ദ്രങ്ങളിൽ സ്നേഹോഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങി രാത്രി മംഗളൂരുവിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വിഷന് ഇനി പുതിയ ലോഗോ. CH കുഞ്ഞമ്പു MLA ലോഗോ പ്രകാശനം നിർവഹിച്ചു.
കാസർഗോഡ് വിഷൻ ചാനലിന്റെ പുതിയ ലോഗോ പ്രകാശനം പാലക്കുന്ന് ബേക്കൽ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. CH കുഞ്ഞമ്പു MLA പ്രകാശനം നിർവഹിച്ചു. മാറുന്ന ലോകത്ത് മാറ്റം അനിവാര്യമാണെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ നാളിതുവരെ കേരള വിഷൻ പേരുദോഷമുണ്ടാക്കാത്ത പ്രസ്ഥാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരി മാസത്തെ 11-ാം തീയതി മാറുകയാണ്. ഞാൻ തക്കലിട്ടെന്നാണ് തോന്നുന്നു. എല്ലാത്തിനും ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു 1 വർഷം മുമ്പ് തറക്കല്ലിട്ട് ആരംഭിച്ച നമ്മുടെ കെട്ടിടം അത് പൂർത്തിയായി 11-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. 1 മാസം മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഭയങ്കര തിരക്കിനിടയിലും ഷുക്കൂറിൻ്റെ സത്ത് വന്നു. എങ്ങനെയെങ്കിലും ഒരു മന്ത്രിയാണ് സൃഷ്ടിച്ചത്. ജനഷം പിന്നെ നോക്കാം, എല്ലാവരും അവരുടെ മന്ത്രത്തിലല്ലേ. പക്ഷേ നമുക്ക് ഇന്നലെ അതിന് തൊട്ട് വിടാതെത്തിയത് ഈ ആഴ്ച ആരെയും കിട്ടുന്നില്ല. ശ്രമം തുടരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. സന്തോഷം കിട്ടുമെന്നാണ് എൻ്റെ പ്രദേശത്തിൽ. അതൊരു ചുരുങ്ങിപ്പോയി. അങ്ങനത്തെ വലിയ മുദ്ര മുടക്കി ഒരു കെട്ടിടം ഉണ്ടാക്കി അതിനൊരു ഉദ്ഘാടനത്തിന് കരപ്പെട്ട വ്യക്തിത്വത്തെ കിട്ടുന്നില്ല എന്നുള്ളതിന് നമുക്കൊരു ക്ഷീണം കിട്ടും. എങ്ങനെയെങ്കിലും ശ്രമിക്കാൻ നമുക്ക് ഒരാളെ കൊണ്ടുവരാൻ ശ്രമിക്കാം. ചാനലുകൾ വാർത്തകളെ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ സംവിധാനം. ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനുവരി 11-ാം തീയതി നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായ ജില്ലയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജില്ലയുടെ സ്വന്തം ചാനലായ ഏകദേശം 5000-ത്തോളം വ്യൂവേഴ്സുള്ള കാസർഗോഡ് വിഷന്റെ 5 ലക്ഷത്തോളം വ്യൂവേഴ്സുള്ള കാസർഗോഡ് വിഷന്റെ ലോഗോ പുതുതായ ലോഗോവും പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ജില്ലയുടെ ശക്തമായിട്ടുള്ള കാസർഗോഡ് വിഷൻ ഏകദേശം 18 വർഷമായി ജില്ലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ചാനലാണ്. സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. നമ്മുടെ ഈ ജില്ലാ ചാനലുകളുടെ പ്രസക്തി ഈ സമയത്ത് അതിൻ്റെ ഒരു ഇതിലേക്ക് പോകേണ്ടതല്ല, വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും സംസ്ഥാന സർക്കാരിൻ്റെ PRB വകുപ്പ് ജില്ലാ ചാനലുകളെ കൂടി PRB ലിസ്റ്റ്, കേബിൾ ചാനലുകളെ കൂടി PRB ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉദ്യോഗസ്ഥരും വിദഗ്ധരടങ്ങുന്ന ഒരു തീരുമാനം വളരെ മുമ്പ് വന്നിരുന്നു. പക്ഷെ അതിൻ്റെ തീരുമാനം വന്നെങ്കിലും അതിൻ്റെ പ്രോസസ് അങ്ങനെ പെൻഡിങ്ങിലായിരുന്നു. കേരള വിഷൻ ഡയറക്ടർ M ലോഹിതാക്ഷൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കൂളിക്കര, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, ജില്ലാ ട്രഷറർ വിനോദ് P എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് വിഷൻ ചെയർമാൻ K പ്രദീപ് കുമാർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ നന്ദിയും പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുൻപാകെയായിരുന്നു പരിപാടി. 1 ലക്ഷത്തിലധികം വീടുകളിലായി 5 ലക്ഷത്തോളം പ്രേക്ഷകരുള്ള കാസർഗോഡ് വിഷൻ ചാനലിനു വേണ്ടി പുതിയ ലോഗോ ക്ഷണിച്ചിരുന്നു. ലഭിച്ച നിരവധി ലോഗോകളിൽ നിന്നും കുമ്പളംപാറയിലെ ജാസ്റ്റോറി മീഡിയ ഉടമ മുഹമ്മദ് ജാസിർ തയ്യാറാക്കിയ ലോഗോയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജനുവരി 11-ന് കാസർഗോഡ് വിഷൻ ടവറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. കഴിഞ്ഞ 18 വർഷമായി കാസർഗോഡിന്റെ ജനമനസ്സിനെ കീഴടക്കിക്കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ ചാനലിന് സാധിച്ചിട്ടുണ്ട്. 3 നിലകളിലായി 7500 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സംവിധാനത്തോടെ സജ്ജീകരിച്ച ആസ്ഥാന മന്ദിരത്തിൽ നവീകരിച്ച സ്റ്റുഡിയോവിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കൂടുതൽ ജനകീയ പരിപാടികളുമായി ചാനലിന്റെ പ്രവർത്തനം രൂപത്തിലും ഭാവത്തിലും പ്രേക്ഷകർക്ക് പുതുവർഷ സമ്മാനമായി ലഭിച്ചു തുടങ്ങും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ബംഗളൂരു യലഹങ്കയിലെ ബന്ദേ റോഡിൽ 200ഓളം വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമ. വികസനത്തിന്റെ പേരിൽ നിർധനരായ മനുഷ്യരുടെ കിടപ്പാടം ഇല്ലാതാക്കുന്ന നടപടിയോട് യോജിക്കുവാനാവില്ലെന്ന് സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹം നയിച്ച ശതാബ്ദി സന്ദേശയാത്രയുടെ കാസർഗോഡ് തളങ്കരയിലെ സ്വീകരണ സമ്മേളന ശേഷം സിറ്റി ടവറിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിൻ്റെ പേരിൽ നിർദ്ധരായ മനുഷ്യരുടെ കിടപ്പാടം ഇല്ലാതെയാക്കുന്ന നടപടിയോട് സമരപ്പെടാനാവില്ലെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ അവർ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ആളുകളായിട്ടാണല്ലോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു തത്വം ഇർഹമുൽ മസാക്കീൻ, പാവപ്പെട്ടവരോട് കൃപ കാണിക്കുക. അവർക്ക് ഏതെങ്കിലും നിലക്ക് അവരെ ഉന്നത നിലവാരത്തിന് തൊട്ട് നമ്മൾ താഴ്ത്തുന്നുണ്ടോ എന്നുള്ളൊരു ബോധം അവരിലുണ്ടാക്കി തീർക്കരുതെന്ന്, അങ്ങനത്തെ ഒരു ചിന്ത അവർക്ക് ഉണ്ടാകാൻ പാടില്ല. ആ നിലക്ക് അവരെ ഉയർത്തിപ്പോണം. അപ്പോൾ നമ്മളൊക്കെ നമ്മളെ വീട്ടു ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൂടെ ഇരുത്തിക്കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കും. കാരണം അവർക്ക് ചെറുതായി എന്ന് തോന്നാൻ പാടില്ല, നിങ്ങൾ മോശപ്പെട്ടവരാണ്. ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ അവർ ചിലപ്പോൾ നമ്മളത്രത്തോളം വലിയവരായിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിൻ്റെ അടുത്ത് അവർ വലിയവരാണെങ്കിൽ അപ്പോൾ അവരെ നമ്മൾ കൂട്ടിപ്പിടിക്കണം. അപ്പോൾ വളരെ ഒന്നിനും കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവരെ ഇനി എഴുത്ത് കൊടുത്താലും അവരോട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞാലും അതിനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? മറ്റുള്ള എല്ലാ ആളുകളും നിങ്ങളെ സഹായിക്കാൻ തയ്യാറുണ്ടോ? അങ്ങനത്തെ വല്ല മാർഗങ്ങളും സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നൊക്കെ അവരോട് ആവശ്യപ്പെടേണ്ടി. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ സ്റ്റേജ് മത്സരങ്ങൾക്ക് മൊഗ്രാൽ സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവേൽ തിരുവായെങ്കും തരുളർ നബി അഹമ്മദോരെ പൂക്കൾ നെഞ്ചം പൂവിരില്ലേ നെഞ്ചം പൂവിരില്ലേ പാദ പാദ മഗരെ സ പദ മഗരെ സ സ ഉലക പെരിയോ മുത്ത് മുസ്തഫ നബി പോയി മഗരെ ഫാത്തിമ ഫാത്തിമ കൊടി കല്യാണം. മൊഗ്രാലിന്റെ മണ്ണിൽ ഇനി 3 നാൾ കലയുടെ കുളിരണിയും. 3 ദിവസങ്ങളിലായി മൊഗ്രാലിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇക്കുറി 238 മത്സര ഇനങ്ങളിലായി മാറ്റുരക്കുവാനെത്തുന്നത് 3953 കൗമാര പ്രതിഭകൾ. UP വിഭാഗത്തിൽ 1128 കുട്ടികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ 1404 കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1421 കുട്ടികളുമാണ് മത്സരിക്കുക. ആദ്യ ദിവസം അരങ്ങിലെത്തുന്നത് 1121 പ്രതിഭകളാണ്. പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വലിയ പ്രതീക്ഷയെന്ന് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അധികാരത്തിലെത്തുവാൻ വേണ്ടത് ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയമുണ്ടല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. തെത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിധി എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു വിധിയാണ്. കേരളത്തിൻ്റെ ഒരു വിധിയെഴുത്താണ്. കേരളത്തിൽ മാറ്റം അനിവാര്യമാണ്. അതിപ്പോൾ UDF കേരളത്തിനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് കേരള ജനത വിധി എഴുതി. അതനുസരിച്ച് ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിലും അധികാരത്തിലേക്ക് വരേണ്ടതായിട്ടുള്ള അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. UDF കമ്മിറ്റികൾ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞാൽ നടക്കും. അതിനുശേഷമായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. മുന്നണി വിപുലീകരണം ആവശ്യമാണ്. മുസ്ലിം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്ത് ഉള്ള ചില അതൃപ്തരായിട്ടുള്ള കക്ഷികളൊക്കെ ഉണ്ട്. അവരൊക്കെ UDF വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് UDF വിപുലീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ ആദ്യ 2.5 വർഷം ഗോൾഡൻ അബ്ദുറഹിമാനും പിന്നീടുള്ള 2.5 വർഷം PB സലീമും പഞ്ചായത്ത് പ്രസിഡന്റുമാരാകുവാൻ ധാരണ. ഉപ്പള മുസ്ലിം ലീഗ് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ലീഗ് നേതാക്കൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണസമിതിയിൽ ആദ്യത്തെ 2.5 വർഷം ഗോൾഡൻ അബ്ദുറഹിമാനും പിന്നീടുള്ള 2.5 വർഷം PB സലീമും പഞ്ചായത്ത് പ്രസിഡന്റുമാരാകുമെന്ന് മുസ്ലിം ലീഗ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് TA മൂസ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF വൻ വിജയം നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയെടുത്ത തീരുമാനമാണ്. ആ തീരുമാനം ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലക്ക് അവർക്ക് അംഗീകരിച്ചേ പറ്റൂ. അതിനുള്ള സംവിധാനവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി പിന്നെ ഞങ്ങൾക്ക് വ്യവരാതിയില്ല, ഒരു ഇതുമില്ല. കാരണം അത് പാർട്ടിയുടെ അജണ്ടയായിട്ടുള്ള ഒരു തീരുമാനമാണ് പാർട്ടി അവരിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അവർ നിറവേറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറുമായ അസീസ് മരിക്കെ, മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുല്ല മാളിക, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ബന്ദിയോട്, ജനറൽ സെക്രട്ടറി അഷ്റഫ് സിറ്റിസൺ, വൈസ് പ്രസിഡന്റ് അസീം മണിമുണ്ട, യൂത്ത് ലീഗ് പ്രസിഡന്റ് BM മുസ്തഫ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉപ്പള മുസ്ലിം ലീഗ് ഓഫീസിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ലീഗ് നേതാക്കൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ ജില്ലാ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. AK അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ ജില്ലാ കുടുംബ സംഗമം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും 2015 കേരള സർക്കാരിന് സമർപ്പിച്ച ശങ്കരൻ കമ്മീഷൻ നിങ്ങളുടെ 20ഓളം ഏറ്റവും ആവശ്യമുള്ള നിങ്ങളുടെ ഒരു ഇഷ്യൂസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കേരളത്തിന് സമർപ്പിച്ച നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളുടെ ഒരു പദ്ധതി തന്നെ പെൻഡിംഗ് ആണ്. ഈ 5 വർഷത്തെ കാലയളവിൽ അതൊരു ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിട്ടില്ല. ഞാൻ എന്തായാലും കൊടുത്ത വാക്ക് പാലിക്കുന്നവനാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി ഭംഗി വാക്കി പ്രസംഗിക്കാറില്ല. ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും ഒരു സബ്മിഷനോ പോളിംഗ് മിഷനോ പിന്നെ കിട്ടിയാൽ തീർച്ചയായും നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷന്റെ കാര്യം കേരളത്തിന്റെ അസംബ്ലിയിൽ ഉന്നയിക്കാൻ ഞാൻ എന്തായാലും ശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഒരു ഗവൺമെന്റ് വരണം എന്നുള്ള ആഗ്രഹമാണ്. ഞാനിവിടെ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെയും ജില്ലാ ഭാരവാഹികളെയും നിർത്തിക്കൊണ്ട് പറയുന്നു, ഞാൻ അറിയുന്ന ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിശ്വകർമ്മ ഫെഡറേഷനിലുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ ആദ്യത്തെ വർഷം തന്നെ നിങ്ങളുടെ ഈ ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള ശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത് കാസർഗോഡ് മഞ്ചേശ്വരം MLA എന്ന നിലയ്ക്ക് അതിന് ആദ്യത്തെ മുമ്പിൽ നിൽക്കുന്നവൻ ഈ MLA ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഈ സദസ്സിൽ ഞാൻ ഉറപ്പു നൽകുന്നു. NVF ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ആചാര്യ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അസീസ് കളത്തൂർ, ദേശീയ പ്രസിഡന്റ് സീതാരാമ ആചാര്യ, ദേശീയ ജനറൽ സെക്രട്ടറി രാഘവൻ കൊളത്തൂർ, നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് ശശി പാക്യാര, നാഷണൽ വൈസ് പ്രസിഡന്റ് രാഘവൻ നടുവയൽ, സംസ്ഥാന പ്രസിഡന്റ് CK അമ്പി, സംസ്ഥാന സെക്രട്ടറി ഗോപാലകൃഷ്ണൻ തൃശൂർ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വാസന്തി J ആചാര്യ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM ചന്ദ്രൻ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സുഭാഷ് ദാമോദരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ K വിജയരാജൻ, AK രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
സംസ്ഥാന സെക്രട്ടറി ഗോപാലകൃഷ്ണൻ തൃശൂർ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ജില്ലാ സെക്രട്ടറി നിഷാ ചന്ദ്രൻ സ്വാഗതവും ജില്ലാ ട്രഷറർ ഓമന അമ്പി നന്ദിയും പറഞ്ഞു. 2015 കേരള സർക്കാരിന് സമർപ്പിച്ച ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുക, വിശ്വകർമ്മ ദിനം ദേശീയ അവധിയായി പ്രഖ്യാപിക്കുക, കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ യന്ത്രവൽക്കരണം മൂലം തൊഴിലും നഷ്ടപ്പെട്ടവരാണ് വിശ്വകർമ്മജർ, ചെറുകിട തൊഴിൽശാലകളും തൊഴിൽ നൈപുണ്യ വികസനവും എത്രയും പെട്ടെന്ന് വിശ്വകർമ്മജർക്ക് നൽകുക, ജനപ്രതിനിധി സഭകളിൽ വിശ്വകർമ്മജർക്ക് മാത്രം 14% സംവരണത്തിന് നിയമനിർമ്മാണം നടത്തി നടപ്പിൽ വരുത്തുക, കരകൗശല വികസന കോർപ്പറേഷൻ, ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ദേവസ്വം ബോർഡ് എന്നിവയുടെ ചെയർമാൻ സ്ഥാനം വിശ്വകർമ്മജർക്ക് നൽകുകയും ഈ സ്ഥാപനങ്ങളിൽ മതിയായ പ്രാതിനിധ്യം നൽകുകയും ജില്ലാ കുടുംബ സംഗമം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി ജില്ലാ പ്രസിഡന്റായി CK അമ്പി, ജില്ലാ സെക്രട്ടറിയായി നിഷാ ചന്ദ്രൻ, ട്രഷററായി വിഷ്ണു ആചാര്യ, വർക്കിംഗ് പ്രസിഡന്റായി സുഭാഷ് ദാമോദരൻ ബളാൽ, വൈസ് പ്രസിഡന്റുമാരായി AK രാമകൃഷ്ണൻ, ഐത്തപ്പ ആചാര്യ, ഷാച്ചി കരിന്തളം, ജോയിന്റ് സെക്രട്ടറിമാരായി ഓമന അമ്പി, വിജയരാജൻ, A ഹർഷിതകുമാരി എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ 5 പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്തിയ BJP ആഹ്ലാദ പ്രകടനം നടത്തി. മധൂർ പഞ്ചായത്തിൽ BJP ഭരണം തുടർച്ചയായ 47-ാം വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിലാണ് ഈ നേട്ടം. കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്തിൽ BJP ഭരണം തുടർച്ചയായ 47-ാം വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ 2 പഞ്ചായത്തുകളിൽ കൂടി ഭരണം പിടിക്കുവാനായത് നേട്ടമായി കരുതുന്നു. ബദിയടുക്ക ടൗണിൽ നടന്ന പ്രകടനവും തുടർന്ന് സംസ്കൃതി ഭവനിൽ BJP സ്വീകരണവും നടന്നു. കാറടുക്ക പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട M ജനനിയെ BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനി ML ഷാൾ അണിയിച്ചു. കുമ്പടാജെ പഞ്ചായത്ത് പ്രസിഡന്റ് യശോദയെ BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനി ML ഷാൾ അണിയിച്ചു. തുടർന്ന് ജയനഗറിൽ പ്രകടനം നടന്നു. ഉളിയത്തടുക്ക ടൗണിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മധൂർ, കാറടുക്ക, വെള്ളൂർ, കുമ്പടാജെ, ബദിയടുക്ക പഞ്ചായത്തുകളാണ് BJP ഭരിക്കുന്നത്. തുടർച്ചയായി 45 വർഷത്തെ ഭരണം പൂർത്തിയാക്കി 50 വർഷത്തേക്ക് കടക്കുന്ന മധൂർ പഞ്ചായത്തിൽ മുൻ വൈസ് പ്രസിഡന്റായിരുന്ന സുജ്ഞാനി ഷാൻഭോഗ് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി ഭാനുപ്രകാശും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കാറടുക്ക പഞ്ചായത്തിൽ തുടർച്ചയായി 4ാം തവണയാണ് BJP അധികാരത്തിൽ എത്തുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്ന M ജനനി പ്രസിഡന്റായും ദാമോദര വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. കുമ്പടാജെ പഞ്ചായത്തിൽ UDFൽ നിന്നും BJP ഭരണം പിടിച്ചെടുത്തു. M യശോദ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി രവീന്ദ്ര റായ് ഗോസാഡയും തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലെത്തുന്ന വെള്ളൂർ പഞ്ചായത്തിൽ 6 അംഗങ്ങളുള്ള BJP 2 സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരണത്തിലെത്തി. പ്രസിഡന്റായി A മാലിനിയും വൈസ് പ്രസിഡന്റായി CV പുരുഷോത്തമയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. BJPക്കും UDFനും തുല്യബലമുള്ള ബദിയടുക്ക പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ BJPക്ക് ലഭിച്ചു. 25 വർഷം തുടർച്ചയായി പഞ്ചായത്ത് അംഗമായുള്ള D ശങ്കര പ്രസിഡന്റായും BJP ജില്ലാ സെക്രട്ടറി കൂടിയായ KM അശ്വിനി വൈസ് പ്രസിഡന്റായും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ജനുവരി 5 മുതൽ 7 വരെ നടക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാനാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ജനുവരി 5 മുതൽ 7 വരെ തീയതികളിൽ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ M ഷാജഹാൻ അറിയിച്ചു. അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് അതത് വരണാധികാരികൾ നടത്തും. ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ധനകാര്യം, വികസനകാര്യം, ക്ഷേമകാര്യം, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യം എന്നിങ്ങനെ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ജില്ലാ പഞ്ചായത്തിൽ ധനകാര്യം, വികസനകാര്യം, പൊതുമരാമത്ത് കാര്യം, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യം, ക്ഷേമകാര്യം എന്നിങ്ങനെ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുമാണ് രൂപീകരിക്കേണ്ടത്. നഗരസഭകളിൽ ധനകാര്യം, വികസനകാര്യം, ക്ഷേമകാര്യം, ആരോഗ്യകാര്യം, മരാമത്ത് കാര്യം, വിദ്യാഭ്യാസ, കലാ, കായിക കാര്യം എന്നിങ്ങനെ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും കോർപ്പറേഷനുകളിൽ ധനകാര്യം, വികസനകാര്യം, ക്ഷേമകാര്യം, ആരോഗ്യകാര്യം, മരാമത്ത് കാര്യം, നഗരാസൂത്രണ കാര്യം, നികുതി അപ്പീൽ കാര്യം, വിദ്യാഭ്യാസ, കായിക കാര്യം എന്നിങ്ങനെ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുമാണുള്ളത്. ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് അതത് സ്ഥാപനത്തിലെ വരണാധികാരികളെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തുകളിലെയും കോർപ്പറേഷനുകളിലെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും തെരഞ്ഞെടുപ്പിനുള്ള വരണാധികാരിയുടെ ചുമതല ADM-നാണ്. മുനിസിപ്പാലിറ്റികളിലെ തെരഞ്ഞെടുപ്പിനുള്ള വരണാധികാരികളെയും കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട്.
സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിലാണ് നടക്കുക. യോഗസ്ഥലം, തീയതി, സമയം എന്നിവ ഉൾപ്പെട്ട നോട്ടീസ് എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും യോഗ തീയതിക്ക് 5 ദിവസം മുൻപ് ബന്ധപ്പെട്ട വരണാധികാരി നൽകും. നാമനിർദ്ദേശം വരണാധികാരിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതിയും സമയവും നോട്ടീസിലുണ്ടാകും. ചെയർമാൻമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ നോട്ടീസ് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും യോഗ തീയതിക്ക് 2 ദിവസം മുൻപാണ് നൽകുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് സ്വയം നാമനിർദ്ദേശം സമർപ്പിക്കാം. നാമനിർദ്ദേശത്തെ മറ്റൊരു അംഗം നിർദ്ദേശിക്കേണ്ടതോ പിന്താങ്ങേണ്ടതോ ഇല്ല. നാമനിർദ്ദേശ പത്രികയ്ക്ക് പ്രത്യേക ഫോറങ്ങളും നിർണയിച്ചിട്ടില്ല. ധനകാര്യം ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ഒരു സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാനത്തേക്ക് സ്ത്രീകളല്ലാത്ത അംഗങ്ങൾ സ്ഥാനാർത്ഥികളാകുവാൻ പാടില്ല. ചെയർമാൻ സ്ഥാനങ്ങളിലും സ്ത്രീ സംവരണം നിശ്ചയിച്ച് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്ത്രീ സംവരണ സ്ഥാനത്തേക്കായിരിക്കും ആദ്യം തെരഞ്ഞെടുപ്പ് നടത്തുക. സ്ത്രീ സംവരണ സ്ഥാനങ്ങൾ നികത്തിയതിനു ശേഷം മാത്രമേ മറ്റ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുകയുള്ളൂ. സ്ഥാനാർത്ഥികളുടെ എണ്ണം ഒഴിവുള്ള സ്ഥാനങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണെങ്കിൽ യോഗത്തിൽ ഹാജരായിട്ടുള്ള അംഗങ്ങളിൽ നിന്നും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമനുസരിച്ച് ഒറ്റക്കൈമാറ്റ വോട്ട് മൂലം വോട്ടെടുപ്പ് നടത്തിയാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംഗീതം കൊണ്ടും നൂറുകണക്കിന് ക്രിസ്തുമസ് പപ്പമാർ അണിനിരന്നും കാഞ്ഞങ്ങാട് നഗരത്തെ ഇളക്കിമറിച്ച് കാഞ്ഞങ്ങാട് മേഖല മെഗാ ക്രിസ്തുമസ് സംഗമ റാലി. ലിറ്റിൽ ഫ്ലവർ സ്കൂൾ അങ്കണത്തിൽ നടന്ന ക്രിസ്തുമസ് സംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. രക്ഷയുടെ സന്ദേശത്തെ ആഘോഷപൂർവ്വം പ്രകീർത്തിക്കുന്ന ക്രിസ്തുമസിന്റെ ഭാഗമായി കണ്ണൂർ രൂപതയ്ക്ക് കീഴിലുള്ള കാഞ്ഞങ്ങാട് ഫൊറോനയിലെ കാസർഗോഡ് ദേളി മുതൽ കണ്ണൂർ ജില്ലയിലെ ഏഴിമല വരെയുള്ള 12 ഇടവകകളിൽ നിന്നും വൈദികരും സന്യസ്തരും വിശ്വാസികളും ചേർന്നാണ് കാഞ്ഞങ്ങാട്ട് നഗരത്തിൽ സംഗമം നടത്തിയത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിവിധ ഇടവകകളിൽ നിന്നെത്തിയ 300-ൽ പരം ക്രിസ്തുമസ് പപ്പമാരും നിശ്ചല ചലന ദൃശ്യങ്ങളും ടൗൺ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച ക്രിസ്തുമസ് റാലിയിൽ അണിനിരത്തിയത് ആകർഷകമായി. നൂറുകണക്കിന് വിശ്വാസികൾ നഗരം ചുറ്റി ലിറ്റിൽ ഫ്ലവർ സ്കൂൾ അങ്കണത്തിൽ സമാപിച്ച റാലിയിൽ പങ്കാളികളായി. വൈകുന്നേരം നടന്ന ക്രിസ്തുമസ് സംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയത്ത് അനുഗ്രഹ ഭാഷണം നടത്തി. കാഞ്ഞങ്ങാട് ഫൊറോന വികാരി ഫാദർ മാത്യു തൈക്കൽ, കാഞ്ഞങ്ങാട് അപ്പസ്തോല റാണി ഇടവക വികാരി ഫാദർ ജോസ് അവണൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാഞ്ഞങ്ങാട് ഫൊറോനയ്ക്ക് കീഴിലെ ഇടവക അംഗങ്ങൾ അവതരിപ്പിച്ച വ്യത്യസ്തമായ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അംഗൻവാടിയിലെ കുരുന്നുകൾ ചന്ദേര പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ആദ്യം കയറിയത് ലോക്കപ്പ് മുറിയിൽ. പോലീസിന്റെ പിസ്റ്റൾ കണ്ടപ്പോൾ അതൊന്ന് തൊട്ടു നോക്കണമെന്നായി അവരുടെ ആഗ്രഹം. കാണാം ആ കാഴ്ചകൾ. എൻ്റെ ഗ്രാമം വാഹനങ്ങൾ എന്നീ പാഠങ്ങളുടെ ഭാഗമായാണ് പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ തെക്കുപുറം മാതൃക അംഗൻവാടിയിലെ കുട്ടികൾ ചന്ദേര പോലീസ് സ്റ്റേഷനും തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയവും കവ്വായി കായലോരവും സന്ദർശിച്ചത്. ചന്ദേര പോലീസ് സ്റ്റേഷനിലെത്തിയ കുരുന്നുകൾ ആദ്യം ലോക്കപ്പ് മുറി എന്താണെന്ന് ചോദിച്ചതോടെ ഉദ്യോഗസ്ഥർ തുറന്നു കാണിച്ചു. അംഗൻവാടി ജീവനക്കാരും രക്ഷിതാക്കളും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും കയറും മുൻപ് തന്നെ അംഗൻവാടി കുട്ടികൾ അതിനകത്ത് കയറി. തുടർന്ന് ചന്ദേര പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് മാമൻ്റെ പേരെന്താണെന്ന് കുഞ്ഞുങ്ങൾ ചോദിച്ചു. K. പ്രശാന്ത് എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. പാട്ടുപാടാൻ അറിയുന്നവരുണ്ടോ എന്നായി പോലീസ് ഉദ്യോഗസ്ഥന്റെ ചോദ്യം. ഉടൻ വന്നു ഉത്തരം. പറയാതെ അവർ ഒത്തൊരുമിച്ച് പാടി. പെട്രോളും ഡീസലും വേണ്ടാത്ത സൈക്കിൾ വണ്ടിയുടെ പാട്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങും മുൻപ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പോലീസ് മിഠായികളും നൽകി. തുടർന്ന് നടക്കാവിലെ അഗ്നിരക്ഷാ നിലയത്തിലെത്തി അവരുമായി ചങ്ങാത്തത്തിലായി അംഗൻവാടി വിദ്യാർത്ഥികൾ. തീപിടുത്തമുണ്ടായാൽ തീ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ കുട്ടികൾക്കും കൂടെ എത്തിയവർക്കുമായി നിലയത്തിലെ സേനാംഗങ്ങൾ പരിചയപ്പെടുത്തി. വെള്ളം ചീറ്റിക്കുന്നത് കുരുന്നുകൾക്ക് അത്ഭുത കാഴ്ചയായി മാറുകയും ചെയ്തു. രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണവും നടന്നു. തുടർന്ന് കവ്വായി കായലും കടലോരവും കുട്ടികൾ സന്ദർശിച്ചു. അംഗൻവാടി വർക്കർ KV ശൈലജ, ഹെൽപ്പർ M മിനിത, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളുമായ AG കമറുദ്ദീൻ, EK അനിത, രാഖി പ്രിയേഷ്, V സൂര്യകീർത്തി, M ജംഷീദ, V പഞ്ചമി എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഉറുമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉത്തര കേരളത്തിലെ പ്രശസ്തമായ മടിയൻകൂലം ക്ഷേത്രത്തിൽ ജനുവരി 11 മുതൽ 15 വരെ തീയതികളിൽ പാട്ടുത്സവം നടക്കും. ഇതിനു മുന്നോടിയായി കിഴക്കുംകര ഇളയിടത്ത് കുതിര് പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് ഓലകൊത്തൽ ചടങ്ങ് നടന്നു. ഉത്തര കേരളത്തിലെ പ്രശസ്തമായ മടിയൻകൂലം ക്ഷേത്രത്തിൽ ജനുവരി 11 മുതൽ 15 വരെ നടക്കുന്ന പാട്ടുത്സവത്തിന് മുന്നോടിയായി കിഴക്കുംകര ഇളയിടത്ത് കുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് ഓലകൊത്തൽ ചടങ്ങ് നടന്നു.
പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കളരിക്കാൽ തറവാട്ടിലാണ് ഓലക്കൊത്തൽ ചടങ്ങ് നടന്നത്. തുളിച്ചേരി കുമ്മണാർ കളരി മുത്തച്ഛൻ ഇളയച്ചൻ പാരമ്പര്യ ജ്യോതിഷ ദേവസ്ഥാനം ആചാരസ്ഥാനികർ ദേവസ്ഥാനം ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. രാവണേശ്വരം കോതോളങ്കര ദുർഗാ ഭഗവതി ക്ഷേത്ര ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ദീപവും തിരിയും ഘോഷയാത്ര നടന്നു. രാവണേശ്വരം കോതോളംകര ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്നും ഒറ്റത്തിറ കളിയാട്ട മഹോത്സവം നടക്കുന്ന കുഞ്ഞിപ്പറമ്പത്തേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ദീപവും തിരിയും ഘോഷയാത്ര നടന്നു. കോതോളങ്കര ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ദീപവും തിരിയും എഴുന്നള്ളത്ത് കുഞ്ഞിപ്പറമ്പത്തേക്ക്. തുടർന്ന് തെയ്യംകൂടലും രക്തജാതൻ മുളവന്നൂർ ഭഗവതി വിഷ്ണുമൂർത്തി അടുക്കത്ത് ചാമുണ്ടി എന്നീ തെയ്യങ്ങളുടെ തിടങ്ങലും തോറ്റവും എഴുന്നള്ളത്തും നടന്നു. രാത്രി 11 മണിക്ക് അഞ്ചണങ്ങം ഭൂതം അരങ്ങിലെത്തി. 2 മണിക്ക് രക്തജാതൻ ദൈവത്തിന്റെ പുറപ്പാട് നടന്നു. ഡിസംബർ 29 തിങ്കളാഴ്ച രാവിലെ മുതൽ വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. ഒറ്റത്തിറ കളിയാട്ട മഹോത്സവം ഡിസംബർ 31 സമാപിക്കും. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. ബാലസംഘം മച്ചാനൂർ ഫസ്റ്റ് വില്ലേജ് കമ്മിറ്റി ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കാർണിവൽ സംഘടിപ്പിച്ചു. കിഴക്കങ്കര മുച്ചിലോട്ട് കുളം പരിസരത്ത് നിന്നും ഘോഷയാത്ര ആരംഭിച്ചു. ബാലസംഘം അജാനൂർ ഫസ്റ്റ് വില്ലേജ് കമ്മിറ്റി ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കാർണിവൽ സംഘടിപ്പിച്ചു. കിഴക്കുംകര മുച്ചിലോട്ട് കുളം പരിസരത്ത് നിന്നും ഘോഷയാത്ര ആരംഭിച്ചു. തുടർന്ന് ചെരിച്ചലിൽ വെച്ച് നടന്ന കാർണിവൽ ഏരിയ സെക്രട്ടറി രേവതി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും, പല ചരിത്ര പാഠഭാഗങ്ങൾ, അതേപോലെ ശാസ്ത്ര പാഠഭാഗങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ട് പകരം കുറെ തെറ്റായ കാര്യങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ പാഠപുസ്തക പരിഷ്കരണം എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ കേരളത്തിലെ കുട്ടികൾ എന്ത് ചെയ്തു? ബാലസംഘത്തിന്റെ കൂട്ടുകാർ എന്ത് ചെയ്തു? പാഠപുസ്തക പരിഷ്കരണത്തിനെ ശക്തമായിട്ട് എതിർത്തു. അല്ലേ? നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? നമുക്ക് ശരിയായ കാര്യങ്ങളല്ലേ പഠിക്കേണ്ടത്? ശരിയായ ശാസ്ത്രം നമുക്ക് പഠിക്കണം, അല്ലേ? ശരിയായ ചരിത്രം പഠിക്കണം. നമ്മുടെ ബാലസംഘത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളിൽ ശാസ്ത്രബോധവും ചരിത്രബോധവും അതേപോലെ തന്നെ സഹജീവി സ്നേഹം കേട്ടിട്ടുണ്ടാ? നമ്മളെല്ലാവരും സഹജീവികളല്ലേ? നമ്മളെ മാത്രമല്ല, നമ്മുടെ ഭൂമിക്കകത്തുള്ള എല്ലാ ജീവജാലങ്ങളും എന്താണ്? നമ്മുടെ സഹജീവികളാണല്ലേ? ഏരിയ ജോയിന്റ് സെക്രട്ടറി സ്നേഹ, സനൽ, കെ വിശ്വനാഥൻ, എം വി രാഘവൻ, കെ ഉഷ എന്നിവർ സംസാരിച്ചു. വില്ലേജ് സെക്രട്ടറി ദർശന പ്രമോദ് സ്വാഗതം പറഞ്ഞു. വില്ലേജ് കോർഡിനേറ്റർ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിവിധ യൂണിറ്റുകൾ ചേർന്ന സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിച്ചു. നാടൻപാട്ട് കലാകാരി തേജസ്വിനി നാടൻപാട്ടും അവതരിപ്പിച്ചു. ഫുഡ് കോർണർ, വർക്ക് എക്സ്പീരിയൻസ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ AK നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ AK നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ കാലത്ത് അത്തരം എല്ലാവർക്കും ഇന്നത്തെ കാലത്ത്
അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, എൻ ഗോപി എന്നിവർ സംസാരിച്ചു. എ കെ ആൽബർട്ട് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDF-ന്. അമ്പലത്തറ വാർഡിൽ നിന്നും മത്സരിച്ച CK സബിത പ്രസിഡന്റ്. സമസ്ത ശതാബ്ദി യാത്രയ്ക്ക് കാസർഗോട്ട് വൻ സ്വീകരണം. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. യലഹങ്കയിലെ ബന്ദേ റോഡിൽ 200ഓളം വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമ. വികസനത്തിന്റെ പേരിൽ നിർധനരായ മനുഷ്യരുടെ കിടപ്പാടം ഇല്ലാതാക്കുന്ന നടപടിയോട് യോജിക്കുവാനാകില്ലെന്ന് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവ സ്റ്റേജ് മത്സരങ്ങൾക്ക് മൊക്കിരാൽ സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിനായി ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വലിയ പ്രതീക്ഷയെന്ന് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അധികാരത്തിലെത്തുവാൻ വേണ്ടത് ചെയ്യുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മംഗൽപാടി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ധാരണ. ആദ്യ 2.5 വർഷം ഗോൾഡൻ അബ്ദുൽ റഹ്മാനും പിന്നീട് 2.5 വർഷം PB സലീമും പഞ്ചായത്ത് പ്രസിഡന്റുമാരാകും. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ ജില്ലാ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.